ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇതാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് മോന് സ്കൂളിലുണ്ട്. ഞാൻ നേരത്തെ എണീറ്റു. ഇന്ന് ഞാൻ പൊഹയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പൊഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പൊഹയല്ല, ഇത് അവൽ കൊണ്ടുള്ള ഒരു ഉപ്മാവാണ്. അതിനെയാണ് പൊഹ എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ്. എന്ന് വെച്ചാൽ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീച്ച് അവർ സിമ്പിളായി ഉണ്ടാക്കുന്നൊരു, നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ് പൊഹ ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെയുള്ളവർ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൊഹയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ മോന് സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ പൊഹയൊക്കെ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ അവൻ ടേസ്റ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു, അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനും പൊഹയൊക്കെ ആണെങ്കിൽ നല്ലപോലെ കഴിക്കും. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന പോലെ അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് പൊഹ. അപ്പോൾ ഞാനിന്ന് അവന് വേണ്ടിയിട്ട് പൊഹ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പൊഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒരു ഉള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, അതൊക്കെയാണ് വേണ്ടത്. ഒരുപാട് പച്ചക്കറികളുടെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉപ്മാവൊക്കെ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിനാദ്യമായിട്ട് പൊഹ വേണം. പൊഹ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊരു 2 മിനിറ്റ് കുതിരാൻ വയ്ക്കണം. 2-3 തവണ കഴുകിയെടുക്കണം. അതിലത്തെ ഞാൻ ഇപ്പോൾ വെള്ള പൊഹയാണ് എടുത്തിരിക്കുന്നത്. അതിലത്തെ എന്തെങ്കിലും ചളിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വിധത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഞാൻ ഗ്യാസൊക്കെ ഒന്ന് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഡെയിലി ഞാൻ അങ്ങനെ തുടയ്ക്കുന്നതാണ്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ ബ്ലാക്ക് കളറായിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് പെട്ടെന്ന് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ എടുത്ത് കാണും. എനിക്കങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മൾ എന്തോ വൃത്തിയില്ലാതെ വെച്ച പോലെ എനിക്ക് തോന്നും. അപ്പോൾ എത്ര വൃത്തിയാക്കിയാലും ഇത് വൃത്തിയാവില്ല. ഒന്ന് കുക്ക് ചെയ്ത് വരുമ്പോൾ വീണ്ടും അഴുക്കാകും. അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഓണാക്കി ഒരു ചീനച്ചട്ടി, ഇത് ഇൻഡാലിയം അലുമിനിയം ആണ് ചീനച്ചട്ടി. അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് 5-6 വർഷമായി. എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ പൊഹ ഉണ്ടാക്കാൻ വേറൊരു മസാലയാണുള്ളത്. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റി വരുമ്പോൾ ഒരു തക്കാളി മുറിച്ചതിടുക. തക്കാളി മുറിച്ചിട്ട് നല്ലപോലെ ഇളക്കണം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരണം. ഇവിടെ ആയിരുന്നു തക്കാളിയൊന്നും ഇങ്ങനെ കറികളിൽ ഇങ്ങനെ കാണുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ നല്ലപോലെ ഉടച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കണം. അതുപോലെ തക്കാളിയൊക്കെ നല്ലപോലെ ആ ഉള്ളിയായിട്ട് നല്ലപോലെ ഇതായി വരണം. നല്ലപോലെ സോഫ്റ്റായിട്ട് വരണം. പിന്നെ ഞാൻ കുതിർത്ത് വെച്ച അവിലൊന്ന് ഊറ്റിയെടുത്തിട്ട് കഴുകിയെടുത്തിട്ട് ഞാൻ ഉള്ളിക്കകത്തോട്ട് ഇട്ടു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വിടണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇത് ആ ചട്ടി കിടന്ന് പൊഹ നല്ലപോലെ ഡ്രൈ ആയി പോകും അവൽ. അപ്പോൾ നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന് കഴിക്കാൻ പാടായതുകൊണ്ട് ഞാൻ കുറച്ച് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ കുഞ്ഞിനൊക്കെ കൊടുക്കാനുള്ളതല്ലേ പറഞ്ഞിട്ട് നല്ലപോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊഹ റെഡിയായി. ഇനി ഇത് കുഞ്ഞിന് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മോനെയും കൊണ്ടൊന്ന് കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗ്രൗണ്ടിലാണെങ്കിൽ ഇന്ന് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലത്തെ ഇവരുടെ സീസോയും അതുപോലെ ഊഞ്ഞാലെല്ലാം ഇത്രയും ദിവസം കേടുവന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊക്കെ നേരാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിടാനുള്ള സമയമൊക്കെ ആവാറായി. അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോകാനുള്ള പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ടാണ് ഇത്രയും എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ എനിക്കിപ്പോൾ അറിയുള്ളൂ. പതിയെ ഞാനെല്ലാം ശരിയാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.